കോവിലകത്തെ രാജകുമാരി എങ്ങനെ അറക്കൽ ബീവിയായെന്നറിയണ്ടേ? കൊല്ലവർഷം 400-ാം ആണ്ടുവരെ കോലത്തിരി രാജകുടുംബം കണ്ണൂരിനടുത്ത് ചിറക്കലുള്ള ഏഴിമലക്കോട്ടയിലായിരുന്നു സ്ഥിരമായി താമസിച്ചിരുന്നത്. ഏഴിമലയായിരുന്നു കോലത്ത് നാടിന്റെ അന്നത്തെ തലസ്ഥാനം. കുടുംബാംഗങ്ങൾ പല ശാഖകളായി വളരെ വർദ്ധിക്കുകയും കോലത്തിരി രാജാവും കൂറുവാഴ്ചക്കാരായ തമ്പുരാക്കന്മാരും തമ്മിൽ സ്പർദ്ധമുഴുക്കുകയും ചെയ്തതിനാൽ ഓരോ ശാഖകളായി പിരിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ ചെന്ന് താമസമായി. കണിമംഗലം, മാരിപ്പത്ത്, പഴയങ്ങാടി, ചെറുകുന്ന്, വളപട്ടണം, ചിറക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കോവിലകങ്ങൾ ഉണ്ടാക്കിയാണ് ഓരോ ശാഖക്കാർ താമസിച്ചിരുന്നത്. മലയുടെ താഴ്വരയിൽ 18 നാലുകെട്ടുകളോടുകൂടിയ ഒരു വലിയ കോവിലകമുണ്ടായിരുന്നു. വളരെ വലിയ ഒരു പറമ്പിലാണ് ആ കോവിലകം സ്ഥിതി ചെയ്തിരുന്നത്. ആ പുരയിടത്തിനടുത്തുകൂടി ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. കോവിലകത്തിന് ചുറ്റുമായി അനേകം ബ്രാഹ്മണാലയങ്ങളും പടയാളികളായ നായന്മാരുടെ 500ഓളം ഗൃഹങ്ങളും കുറച്ചകലെയായി ധനവാന്മാരും യുദ്ധവിദഗ്ധരുമായ മുഹമ്മദീയരുടെ വീടുകളുമുണ്ടായിരുന്നു. കോവിലകത്തുള്ളവർക്ക് നീരാടാനായി നദിയിലേക്ക് മതിൽ കെട്ടി ഇറക്കിയ ഒരു കുളിക്കട ഉണ്ടായിരുന്നു. അക്കാലത്ത് ഒരു ദിവസം ഏഴിമല കോവിലകത്തെ അവിവാഹിതകളായ 2 കന്യകമാർ പതിവ് പോലെ കുളിക്കാനായി കടവിലേക്ക് പോയി. കോലത്തിരി രാജാവിന്റെ സഹോദരീ പുത്രിമാരായിരുന്നു ആ സുന്ദരിമാർ. യൗവനയുക്തകളും വിദ്യാസമ്പന്നരുമായിരുന്നു അവർ. അന്ന് പതിവിലധികം നേരം അവർ വെള്ളത്തിൽ കിടന്നു ചാടുകയും മറിയുകയും ഉത്സാഹപൂർവ്വം നദിയുടെ മധ്യത്തേക്ക് നീന്തുകയും ചെയ്തു. നവയൗവനയുക്തകളായിരുന്ന അവരുടെ ചോരത്തിളപ്പ് ശമിക്കും വരെ അവർ നദിയിൽ കുത്തിമറിഞ്ഞുകൊണ്ടിരുന്നു. ഇരുവർക്കും നന്നേ ക്ഷീണം തോന്നിയതിനാൽ കരയ്ക്ക് കയറാനൊരുങ്ങി. അനുജത്തിയായ രാജകുമാരി നീന്തി കരയ്ക്കു കയറി. ജ്യേഷ്ഠത്തിയായ രാജകുമാരി നദിയുടെ കുറേ ഉള്ളിലായിരുന്നു. ആ കൊച്ചു തമ്പുരാട്ടി നീന്തിയിട്ട് കയ്യും കാലും കുഴഞ്ഞു പോയതിനാൽ കരയിലെത്താൻ കഴിയാതെ ഒഴുക്കിലകപ്പെട്ട് മുങ്ങാൻ തുടങ്ങി. കരയിൽ നിന്നിരുന്ന ഇളയ രാജകുമാരി അത് കണ്ട് പരിഭ്രമിച്ച് ഉറക്കെ നിലവിളിച്ചു. കുറച്ചു ദൂരെയായി നദീതീരത്ത് കുളിച്ചുകൊണ്ട് നിന്നിരുന്ന സുമുഖനായ ഒരു മുഹമ്മദീയ യുവാവ് നിലവിളി കേട്ട് അങ്ങോട്ട് ഓടിച്ചെന്നു. രാജകുമാരി വെള്ളത്തിൽ താഴുന്നത് കണ്ട് തന്റെ 2-ാം മുണ്ട് അരയിൽ മുറുക്കി കെട്ടിക്കൊണ്ട് അയാൾ നദിയിലേക്ക് ചാടി. വേഗം രാജകുമാരിയുടെ അടുത്തെത്തി കൈക്കുപിടിച്ചു വലിച്ച് കരയോടടുപ്പിച്ചു. യുവതി ഉടനെ തന്നെ കരയ്ക്കു കയറി. നിലയുള്ള വെള്ളത്തിലാണ് നിന്നിരുന്നതെങ്കിലും രാജകുമാരി കരയ്ക്കു കയറാതെ കഴുത്തോളം വെള്ളത്തിൽ താണു നിൽക്കുകയാണ് ചെയ്തത്. ശക്തിയായ ഒഴുക്കിൽപ്പെട്ടു പോയതിനാൽ രാജകുമാരി ഉടുത്തിരുന്ന വസ്ത്രം നഷ്ടപ്പെട്ടു പോയിരുന്നു. നഗ്നയായി തീർന്ന ആ തമ്പുരാട്ടി കരയ്ക്ക് കയറുന്നത് എങ്ങനെ? ബുദ്ധിമാനായിരുന്ന മുഹമ്മദീയ യുവാവിന് കാരണം പിടികിട്ടി. അയാൾ തന്റെ 2-ാം മുണ്ട് അരയിൽ നിന്നഴിച്ച് രാജകുമാരിക്ക് ഇട്ടുകൊടുത്തു. അത് നനഞ്ഞതായിരുന്നെങ്കിലും കോടിയായിരുന്നു. അതിനുശേഷം ആ യുവാവ് വേഗം അവിടുന്ന് പോയി. മുഹമ്മദീയന്റെ 2-ാം മുണ്ടുടുത്ത് നാണം മറിച്ചുകൊണ്ട് രാജകുമാരി കരയ്ക്കു കയറി. കുളിപ്പുരയിൽ ചെന്നു കുളിച്ചു. അപ്പോഴേക്കും തുണയ്ക്ക് വേണ്ടുന്ന ദാസിമാർ അവിടെ എത്തി. അവരോടുകൂടി ആ രാജകന്യകമാർ കോവിലകത്തേക്ക് പോവുകയും ചെയ്തു. നിമിഷ നേരം കൊണ്ട് രാജകുമാരിയെ മുഹമ്മദീയ യുവാവ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ വർത്തമാനം നാടൊട്ടുക്ക് പരന്നു. കോലത്തിരി രാജാവും അതറിയാനിടയായി. തന്റെ ഭാഗിനിയെ അത്യാപത്തിൽ നിന്ന് രക്ഷിച്ച മുഹമ്മദീയനോട് വളരെ ബഹുമാനവും സ്നേഹവും രാജാവിനുണ്ടായി. ഉടനെ തമ്പുരാൻ ആളയച്ച് ആ മുഹമ്മദീയനെ കോവിലകത്തേക്ക് വരുത്തി. ആ യുവാവ് തന്റെ സൈന്യത്തിൽ ചേർന്നിട്ടുള്ള ഒരു ഭടനാണെന്നുകൂടി അറിഞ്ഞപ്പോൾ തമ്പുരാൻ അയാളോട് സന്തോഷം പൂർവാധികം വർദ്ധിച്ചു. കോലത്തിരി രാജാവ് അയാൾക്ക് അനേകം സമ്മാനങ്ങളും വസ്തുവകകളും പട്ടാളത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗവും കൽപ്പിച്ചു കൊടുത്തു. കുളി കഴിഞ്ഞ് കോവിലകത്ത് മടങ്ങിയെത്തിയ രാജകുമാരിൽ മൂത്തവൾ കോവിലകത്തേക്ക് കയറിയില്ല. അവിടെ അടുത്തു തന്നെയുള്ള ഒരു ഉപഗ്രഹത്തിലാണ് ആ കന്യക ചെന്നിരുന്നത്. അമ്മത്തമ്പുരാട്ടി ഉൾപ്പെടെ പല തമ്പുരാട്ടിമാരും ചെന്ന് നിർബന്ധിച്ചിട്ടും കന്യക അവിടെ നിന്നിളകിയില്ല. ഗുരുജനങ്ങൾ വളരെ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ആ കുമാരി പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് പിടിച്ചു കയറ്റിയപ്പോൾ ആ മുഹമ്മദീയൻ എന്റെ പാണിഗ്രഹണം കഴിച്ചു. പിന്നെ നനഞ്ഞതാണെങ്കിലും കോടിയായ ഒരു മുണ്ട് അയാൾ എനിക്ക് ഉടുക്കാൻ തരികയും ചെയ്തു. ഇത് രണ്ടും കൊണ്ട് എന്റെ വിവാഹകർമ്മം മിക്കവാറും കഴിഞ്ഞിരിക്കുന്നു. രാജകന്യകമാരെ മുഹമ്മദീയർ വിവാഹം കഴിക്കുക പതിവില്ലല്ലോ. അങ്ങനെ യാദൃച്ഛികമായിട്ടാണെങ്കിലും സംഭവിച്ചു പോയതിനാൽ ഞാനിപ്പോൾ ഭ്രഷ്ടയായിരിക്കുന്നു. എനിക്കിനി അകത്ത് കടക്കാൻ പാടില്ല. ഈ വിവരം കോലത്തിരി രാജാവും അറിഞ്ഞു. തക്കതായ വൈദിക പ്രായച്ചിത്തങ്ങൾ നടത്തി രാജകുമാരിയെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനായി ആളുകളെ അയച്ച് പ്രധാന വൈദികന്മാരെയെല്ലാം വിളിച്ചു വരുത്തി വിവരം ഗ്രഹിപ്പിച്ചു. പണം തട്ടാൻ ഇതൊരു നല്ല അവസരമാണെന്ന ചിന്തയോടെ അവർ പലവിധ പ്രായച്ചിത്തങ്ങൾക്കും ചാർത്തുണ്ടാക്കി കൊടുത്തു. പ്രായച്ചിത്തം നടത്തിക്കാൻ വേണ്ടുന്നവരൊക്കെ വന്നു ചേർന്നാൽ കർമ്മങ്ങൾ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നതുവരെ 2 നേരം വലിയ സദ്യയും വേണം. വൈദികന്മാർ അറിയിച്ചു. അതിനൊന്നും ഒരു കുറവും വരുത്തില്ല. ദിവസം നിശ്ചയിച്ചു വിവരമറിയിക്കാം. കോലത്തിരി രാജാവ് കൂസലില്ലാതെ പറഞ്ഞു. അതിനുശേഷം അവരെയെല്ലാം സൽക്കരിച്ച് മടക്കി അയക്കുകയും ചെയ്തു. വൈദിക പ്രായച്ചിത്തങ്ങൾ കൊണ്ട് രാജകുമാരിയെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കാനാണ് തന്റെ തീരുമാനമെന്ന് രാജാവ് ചില സ്ത്രീജനങ്ങൾ മൂലം ആ രാജകുമാരിയെ അറിയിച്ചു. അതുകൊണ്ടും ആ രാജകുമാരിയുടെ നിശ്ചയത്തിന് ഇളക്കമുണ്ടായില്ല. പിന്നെ തമ്പുരാൻ തന്നെ ഭാഗിനിയുടെ അടുക്കൽ ചെന്ന് വളരെ നിർബന്ധിച്ചു നോക്കി. അതുകൊണ്ടും ഫലമുണ്ടായില്ല. വിദുഷിയായ രാജകുമാരിയുടെ നിശ്ചയത്തിന് മാറ്റം വരുത്താൻ അസാധ്യമാണെന്ന് രാജാവിന് ഉറപ്പായി.
തമ്പുരാൻ കോവിലകത്തുണ്ടായിരുന്ന മറ്റു തമ്പുരാക്കന്മാരോടെല്ലാം ആലോചിച്ച് അവരുടെ സമ്മതപ്രകാരം ആ രാജകന്യയെ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രധാന കോവിലകത്തോടടുത്തു തന്നെ ഗംഭീരമായി മറ്റൊരു കോവിലകം പുതുതായി പണികഴിപ്പിച്ചു. ആ രാജകന്യകയുടെ താമസം അവിടേക്ക് മാറ്റി. മറ്റുള്ള തമ്പുരാട്ടിയെ പോലെ സുഖമായി കഴിഞ്ഞുകൂടുവാൻ തക്കവണ്ണമുള്ള വസ്തുവകകളും പണ്ടങ്ങളും പാത്രങ്ങളുമെല്ലാം ആ കന്യകയ്ക്ക് നൽകി. അതിനുശേഷം രാജകുമാരിയുടെ പ്രാണരക്ഷ ചെയ്ത യുവാവിനെ കൊണ്ട് മുഹമ്മദീയ വിധിപ്രകാരം അവളുടെ വിവാഹവും നടത്തിച്ചു. അക്കാലം മുതൽ ആ രാജകുമാരി അറക്കൽ ബീവി എന്നറിയപ്പെടാൻ തുടങ്ങി.